ഓവറായിട്ട് പഴുത്ത പഴം കഴിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ? എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒന്നെങ്കിൽ നമ്മൾ പഴം പൊരിക്കും, ഇല്ലെങ്കിൽ പഴം വരട്ടും. ഇന്നൊരു ആർഭാടത്തിന് കുറച്ച് ബനാന മഫിൻസ് ആക്കിയാലോ? ഇത് ഉണ്ടാക്കാൻ എനിക്ക് വലിയ മൂടൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരു വീട്ടിൽ ഒരു ഷെഫ് മതിയല്ലോ. തൽക്കാലം ഇവിടെ ഇപ്പോൾ ഒരാളുണ്ട്, എന്നാ പിന്നെ അവൻ തന്നെ ഉണ്ടാക്കിക്കോട്ടെ എന്നോർത്ത്. ഇതിലെ കോമഡി പാർട്ട് എന്താന്ന് വെച്ചാൽ, പണ്ട് ചെറുതായിരുന്നപ്പോൾ സ്കൂൾ വിട്ടിട്ട് വന്ന് ഈ കുക്കറി ഷോ ഒക്കെ കാണുമ്പോൾ ഇതേപോലെ നല്ല കുറെ അടിപൊളി സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോസ് ആയിട്ട് കുറെ ചേച്ചിമാരുണ്ടാവും. അവർ പറയുന്ന എല്ലാ സ്റ്റെപ്സും വളരെ ആത്മാർത്ഥതയോടെ ബുക്കിൽ കഷ്ടപ്പെട്ടിരുന്ന് എഴുതി കഴിയുമ്പോഴായിരിക്കും ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ആ ചേച്ചി ഓവൻ പ്രീഹീറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. വീട്ടിൽ ഓവൻ ഇല്ലാത്ത നമ്മളിപ്പോൾ ആരായി? ആ സമയത്ത് എല്ലാവർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഒരു കൊറോണ ടൈം ഒക്കെ ആയപ്പോഴാണ് കുക്കറിലും ബേക്ക് ചെയ്തെടുക്കാവുന്നുള്ളൊരു പ്രസ്താവനയായിട്ട് കുറേ പേര് വരുന്നത്. അതും ശ്രമിച്ചെങ്കിലും കുറേ ഉദ്യമങ്ങളൊക്കെ പാളിപ്പോയി. ഇവിടെ കാനഡയിൽ എല്ലാ വീടുകളിലും ഓവൻ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അതൊരു ആർഭാടമാണെങ്കിലും ഇവിടെ അതൊരു ബേസിക് ഫെസിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന ഇടയ്ക്കിടയ്ക്ക് ബേക്ക് ചെയ്യാമല്ലോ എന്നുള്ള 100% ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഇങ്ങോട്ടേക്ക് വന്നെങ്കിലും പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞ പോലെ അവിടെയും ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ നിന്നുകൊണ്ടിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഓവൻ വർക്ക് ആവില്ലായിരുന്നു. കുറേ തവണ അത് ശരിയാക്കാൻ നോക്കിയെങ്കിലും ഒന്നും അങ്ങ് റെഡിയായില്ല. പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം മാത്രം ചൂടായി വരും, അതിൻ്റെ ഉള്ളിലെ സാധനത്തിനൊന്നും ഒരനക്കവും ഉണ്ടായിരുന്നില്ല. അതെന്തെങ്കിലും ആവട്ടെ, ഇപ്പം നമുക്ക് തൽക്കാലം ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇത് ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ് കേട്ടോ. ജസ്റ്റ് പഴം എടുത്തൊരു ഫോർക്ക് വെച്ച് നന്നായിട്ട് സ്മാഷ് ചെയ്യുക. കൂടെ കോഴിമുട്ട, വാനില എസൻസ്, പിന്നെ ഓയിൽ, ഇത്രയും ചേർത്ത് നന്നായിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക. ഇനി കുറച്ച് ആട്ടപ്പൊടി എടുക്കുക, അതിലോട്ട് ലേശം ഉപ്പും അതേപോലെ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് ഈ ആദ്യം ആക്കി വെച്ച മിക്സില്ലേ അത് അതിനകത്തോട്ട് ഒഴിച്ച് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു മോൾഡിൽ നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒന്നുമില്ല, ഓവനിൽ ഒരു 10 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ സാധനം റെഡി. കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചൂടൊക്കെ ആറി കഴിയുമ്പോൾ ഇതേപോലെ കുത്തിയെടുക്കുക, അങ്ങോട്ട് കഴിക്കുക. ഞങ്ങൾക്ക് അതിൻ്റെ അടി വെക്കാനുള്ള പേപ്പർ സംഭവമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇപ്പം ഇത്രയും പെർഫെക്ഷനൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ ഒരു ലുക്കില്ലെന്നുള്ളൂ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കണ്ടില്ലേ, നല്ല സ്പഞ്ച് പോലെ ബേക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഹെൽത്തിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.